അനിരുദ്ധും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ സംഗീതോപകരണങ്ങളുടെ വളരെ പവർഫുൾ ബീറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്നാൽ മിതത്വത്തോട് കൂടിയിട്ട് ഈ സിനിമ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വിഷ്വൽ അല്ലെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരാൾ ഇതിന്റെ മ്യൂസിക് ഡയറക്ടറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിലേക്ക് എങ്ങനെ എത്തി, അദ്ദേഹത്തെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയാമോ? നേരത്തെ പറഞ്ഞു ഓരോ മെസ്സേജ് വരുമ്പോഴും എല്ലാ മെസ്സേജിലും മ്യൂസിക് ഡയറക്ടറെ കുറിച്ചും മ്യൂസിക്കിനെ കുറിച്ചും പരാമർശിക്കാറുണ്ട് ആളുകൾ. സിനിമ കണ്ട ആളുകൾ, അത്രയും ഗൗരവത്തിൽ സിനിമ കണ്ട ആളുകൾ ഈ പറഞ്ഞ പോലുള്ള കമന്റ്സുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റിയെ കണ്ടെത്തുന്നത് നമ്മൾ ഒരുപാട് തേടി പിടിച്ച് കണ്ടെത്തിയൊന്നുമില്ല. നമ്മള് ക്രിസ്റ്റോ, നമ്മുടെ ബ്രഹ്മയുഗൊക്കെ മ്യൂസിക് ചെയ്ത് ക്രിസ്റ്റോയാണ് ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്തത്. അപ്പൊ ക്രിസ്റ്റോ ഭയങ്കര തിരക്കായിരുന്നു. ക്രിസ്റ്റോ ആണ് പറഞ്ഞത് ഇങ്ങനെ ഒരാളുണ്ട്, ക്രിസ്റ്റി എന്നാണ് പേര്, അവന്റെ കുറച്ച് ട്രാക്കുകളൊക്കെ ഞാൻ അയച്ചു തരാം എന്ന് പറയുന്നു. ക്രിസ്റ്റിക്ക് നമ്പർ കൊടുക്കുന്നു, എനിക്ക് കുറച്ച് ട്രാക്കുകളൊക്കെ അയച്ചു തരുന്നു. ഞാൻ പ്രൊഡക്ഷനായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, നമ്മളത് ഫിക്സ് ചെയ്യുന്നു. ഈ ക്രിസ്റ്റി യൂസ് ചെയ്തിരിക്കുന്ന ഒറിജിനൽ സ്കോറിൽ ഒരുപാട് ഇൻസ്ട്രുമെന്റ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇൻസ്ട്രുമെന്റ് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ലൈവ് കുറെ സാധനങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഒരു സ്റ്റുഡിയോയിൽ പോയപ്പോൾ കണ്ടത് ഒരു 35 പേര് നിന്നിട്ട് ചെണ്ട വായിക്കാനാണ്. എന്റെ കണ്ണ് തള്ളിപ്പോയി, നെഞ്ചിടിച്ചു പോയി. അതാണ് അങ്ങനത്തെ ഒരു പ്രോസസ്സിലൂടെയാണ് ഈ സിനിമയുടെ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ റിസൾട്ടാണ് ഈ പറഞ്ഞ പോലെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ആദ്യത്തെ പടം ഞാൻ ക്രിസ്റ്റിയുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, ക്രിസ്റ്റി ഫസ്റ്റത്തെ ചാൻസ് നമുക്ക് ഒരിക്കലേ കിട്ടുള്ളൂ. അപ്പൊ അത് മാക്സിമം എങ്ങനെ ഔട്ട്പുട്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, ആ ഒരു എഫേർട്ടാണ് ക്രിസ്റ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് വിജയിച്ചു, സക്സസ് ആയി എന്നുള്ളതാണ് ആളുകളുടെ അഭിപ്രായം പറയുന്നത്. അതിനെക്കുറിച്ച് ഇനി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ക്രിസ്റ്റിക്ക് പറയാം. മുമ്പേ പറഞ്ഞു ഭയങ്കര ഹാപ്പിയാണ്. അത് ഈ ടൈം കിട്ടിയത് കൊണ്ടാണ്. ബേസിക്കലി ഇത്രയും ടൈം വന്നുകൊണ്ട് ഭയങ്കര കുറെ വർക്ക് ചെയ്യാൻ സാധിച്ചു. 8-9 മാസം ഞാൻ പറഞ്ഞില്ല, 8-9 മാസം ഉണ്ടായിരുന്നു. അപ്പൊ ഇനീഷ്യൽ ടൈമിൽ ഇവര് ഷൂട്ടിലായതുകൊണ്ട് എനിക്ക് പ്രഷർ തന്നിട്ട് ആരും ഇല്ല ടീമിൽ. അപ്പൊ എനിക്ക് എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. അതുകൊണ്ട് ഞാൻ കുറെ ആർട്ടിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്തു, ഒത്തിരി ആർട്ടിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഇരുന്ന് ചെയ്തൊരു പരിപാടിയല്ല. കുറെ മ്യൂസിഷ്യൻസ്, ആർട്ടിസ്റ്റുകൾ, വായിക്കുന്ന ആൾക്കാര്, അവരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു വലിയൊരു ടീം വർക്കാണ് ഇതിന്റെ മ്യൂസിക്. താങ്ക് യു സോ മച്ച്. വിട്ടുപോകാത്ത ചോദിക്കേണ്ട ഒരാള് ഫാസിൽ നാസറാണ്. അവിടെ ഇരിപ്പുണ്ട്. നജിയോട് എന്ത് ചോദിച്ചാൽ കുറെ നേരം മൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ചലിക്കുകയില്ല. മൈക്ക് ഇങ്ങനെ കുറെ നേരം പിടിച്ചിട്ട് എല്ലാരും കാണണം എന്ന് പറയുന്നത്. പക്ഷെ അതല്ല ആള് വേറെ ലെവലാണ്. മറ്റേ നമ്മുടെ പല ഫൈറ്റുകളും ഒരു സിംഗിൾ ടേക്കിലൊക്കെയാണ് പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗോഡൌണിനകത്തുള്ള ഫൈറ്റൊക്കെ ഒരു സിംഗിൾ ടേക്കിലൊക്കെയാണ്. എനിക്കൊന്ന് സിംബർ അടിച്ച